സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉച്ചഭക്ഷണ മെനുവിൽ പ്രതിഷേധം ശക്തമാകുന്നു. മതിയായ ഫണ്ട് അനുവദിക്കാതെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനമെന്നാണ് വിമർശനം. അധ്യാപകരെ കടക്കണിയിലാക്കുന്ന പ്രഖ്യാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് ദേശീയ അധ്യാപക പരിഷത്ത്. ആഴ്ചയിൽ ഒരു ദിവസം വിദ്യാർത്ഥികൾക്ക് വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ് എന്നിങ്ങനെയാണ് ഉച്ചഭക്ഷണ മെനു. ഉച്ചഭക്ഷണ പരിഷ്കരണ സമിതി തയ്യാറാക്കിയ മെനു കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പുറത്തിറക്കിയത്. ശാസ്ത്രീയ പരിശോധന പ്രകാരമാണ് പരിഷ്കരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ മതിയായ തുക അനുവദിക്കാതെയുള്ള പരിഷ്കരണം ശാസ്ത്രീയമല്ലെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. 10 രൂപ കൊണ്ട് ഒരു കുട്ടിക്ക് ബിരിയാണി കൊടുക്കണം, 6 രൂപ 7 രൂപ കൊണ്ട് വെജിറ്റബിൾ പുലാവ് കൊടുക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയതായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇതുമൂലം ഒരു പ്രധാന അധ്യാപകനും ദരിദ്രനായിട്ടില്ല എന്നുള്ളതാണ്. ആധുനിക രാഷ്ട്രീയക്കാർ മാത്രമാണ് സമ്പന്നരാണ് എന്നുള്ള വസ്തുതയിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കണക്ക് പ്രകാരം വിദ്യാർത്ഥികൾക്ക് വെജ് ബിരിയാണിക്ക് 10 രൂപയും മറ്റു ഭക്ഷണങ്ങൾക്ക് 7 രൂപയും 6 രൂപയുമാണ് വകയിരുത്തിയത്. ഇത് പ്രായോഗികമല്ലെന്നും സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ ബലിയാടാക്കപ്പെടുമെന്നുമാണ് വിമർശനം. കേവലം രാഷ്ട്രീയ ഗിമ്മിക്കിനായിട്ട്, പൊളിറ്റിക്കൽ നേട്ടത്തിനായിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെ നിരന്തരം ഉപയോഗപ്പെടുത്തുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ തരത്തില് ഉച്ചഭക്ഷണ മെനുവിൽ വോട്ട് രാഷ്ട്രീയം, കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള വ്യഗ്രത, ഇതിനൊക്കെ ഇരയാക്കുന്നത് കേരളത്തിലെ പ്രധാന അധ്യാപകരെയാണ്. ഇതിനെ ശക്തമായി ദേശീയ അധ്യാപക പരിഷത്ത് പ്രതിരോധിക്കും. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കമെന്നും സത്യാവസ്ഥ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുമെന്നും ദേശീയ അധ്യാപക പരിഷത്ത് ഭാരവാഹികൾ വ്യക്തമാക്കി. കൃത്യമായ ഫണ്ട് അനുവദിക്കാതെ മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം. ജനം, കോഴിക്കോട്.